ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SCERT 7ാം ക്ലാസ്സിലെ പാർട്ട് 2 ടെക്സ്റ്റാണ്. അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതിയിട്ടുള്ള നോട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 6ാമത്തെ ലെസനാണ് നിർമ്മലമായ പ്രകൃതിക്കായി. മണ്ണിലെ ജൈവാംശം എത്രയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പൈറോക്സൈഡ് ആണ്. മണ്ണിലെ ജൈവാംശം എത്രയാണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഹൈഡ്രജൻ പൈറോക്സൈഡ് വിഘടിച്ച് സ്വാതന്ത്ര്യമാകുന്ന ഓക്സിജൻ കാരണം പതഞ്ഞു പൊങ്ങും. ജൈവാംശം കൂടുതലുള്ള മണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിഘടനം നടക്കും. അടുത്തത് ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകളാണ്. സമുദ്രജലത്തിലാണ് 96.50% വെള്ളം ഉള്ളത്. ഭൂമിയിലെ ആകെ വെള്ളത്തിൻ്റെ 96.50% സമുദ്രജലമാണ്. മഞ്ഞുപാളിയായി ഇരിക്കുന്നത് 1.73%. മഞ്ഞുപാളിയായിട്ട് ജലം കാണപ്പെടുന്നത് 1.73%. ഭൂഗർഭജലമായിട്ട് 1.69%. ഭൂഗർഭജലമായിട്ട് കാണപ്പെടുന്നത് 1.69%. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് 0.001%. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ജലം 0.001%. തടാകത്തിൽ കാണപ്പെടുന്നതും 0.001%. മറ്റു സ്രോതസ്സുകളായിട്ടിരിക്കുന്നത് 0.078%. ശുദ്ധജലത്തിൻ്റെ pH 7 ആണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ pH 6.5 മുതൽ 7.5 വരെയാണ്. കുടിവെള്ളത്തിൻ്റെ pH ആണ് 6.5 മുതൽ 7.5 വരെ. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ, മഞ്ഞപ്പിത്തം, ഡയേറിയ. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ, മഞ്ഞപ്പിത്തം, ഡയേറിയ. ഈക്കോളി ബാക്ടീരിയയാണ് ഡയേറിയയ്ക്ക് കാരണം. വാട്ടർ പ്ലാന്റുകളിലെ ശുദ്ധീകരണ ഘട്ടങ്ങളാണ് എയറേഷൻ, കൊയാഗുലേഷൻ, ക്ലാരിഫ്ലോക്കുലേഷൻ, ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ, സംഭരണം. വാട്ടർ പ്ലാന്റുകളിലുള്ള ജലശുദ്ധീകരണ ഘട്ടങ്ങളാണ് എയറേഷൻ, കൊയാഗുലേഷൻ, ക്ലാരിഫ്ലോക്കുലേഷൻ, ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ, സംഭരണം. ജലം വായുവുമായി കലർത്തുന്നതാണ് എയറേഷൻ എന്ന് പറയുന്നത്. ജലവും വായുവുമായി കലർത്തുന്നതിനെയാണ് എയറേഷൻ എന്ന് പറയുന്നത്. ഖരപദാർത്ഥം അടിയിക്കുന്നതാണ് കൊയാഗുലേഷൻ. ഖരപദാർത്ഥത്തെ അടിയിക്കുന്ന ഘട്ടമാണ് കൊയാഗുലേഷൻ. pH കുറയ്ക്കാനായിട്ട് ആലം ചേർക്കും. pH ക്രമീകരിക്കാനായിട്ട് കുമ്മായം ചേർക്കുന്നതും കൊയാഗുലേഷൻ്റെ ഘട്ടത്തിലാണ്. pH കുറയ്ക്കാൻ ആലം ചേർക്കുന്നു, pH ക്രമീകരിക്കാൻ കുമ്മായം ചേർക്കുന്നു. മാലിന്യം അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽട്ടറിലേക്ക് വിടുന്നതാണ് ക്ലാരിഫ്ലോക്കുലേഷൻ ഘട്ടത്തിൽ ചെയ്യുന്നത്. മാലിന്യം അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽട്ടറിലേക്ക് വിടുകയാണ് ക്ലാരിഫ്ലോക്കുലേഷൻ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഫിൽട്രേഷനിൽ ചെയ്യുന്നത് അടിയാതെ കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുകയാണ്. മുകൾ ഭാഗത്ത് മണലും താഴെ വലിയ കല്ലുകളും അടിയുന്ന രീതിയിൽ അടിയാതെ കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്ന ഘട്ടമാണ് ഫിൽട്രേഷൻ. അണുവിമുക്തമാക്കുന്ന ഘട്ടമാണ് ക്ലോറിനേഷൻ. വെള്ളത്തെ അണുവിമുക്തമാക്കുന്ന ഘട്ടമാണ് ക്ലോറിനേഷൻ. അതിനുശേഷമാണ് സംഭരണം. വെള്ളം ശേഖരിച്ചു വെക്കുന്നതാണ് സംഭരണം. വെള്ളം ശുദ്ധീകരിക്കാനായി വീടുകളിലെ വാട്ടർ പ്യൂരിഫയറുകളിൽ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികളാണ്. ക്ലോറിനേഷന് പകരം അൾട്രാവയലറ്റ് രശ്മികൾ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് വീടുകളിലെ വാട്ടർ പ്യൂരിഫയറുകളിലാണ്. ഇനി വായുവിനെ കുറിച്ചാണ് നോക്കുന്നത്. അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ അളവ് 78%. അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ അളവ് 78%. ഓക്സിജൻ 20.9%. ഓക്സിജൻ്റെ അളവ് 20.9%. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 0.03%. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 0.03%. മറ്റുള്ള വാതകങ്ങൾ കാണപ്പെടുന്നത് 1.07%. വാഹനത്തിൻ്റെ പുകയിൽ നിന്നും പുറത്തു വരുന്ന കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്നതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഇത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വിറക്, കൽക്കരി എന്നിവ കത്തിക്കുന്ന സമയത്തുണ്ടാവുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്.
ഫാക്ടറികളിൽ നിന്നും വരുന്നതാണ് സൾഫർ ഡയോക്സൈഡ്. ഫാക്ടറികളിൽ നിന്നും വരുന്ന സൾഫർ ഡയോക്സൈഡ് കണ്ണിന് അസ്വസ്ഥതയുണ്ടാക്കുന്നു, ശ്വാസകോശ അർബുദം, ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും നൈട്രജൻ്റെ ഓക്സൈഡുകൾ രൂപപ്പെടുന്നു. ഈ നൈട്രജൻ്റെ ഓക്സൈഡുകളാണ് അമ്ലമഴയ്ക്ക് കാരണമാവുന്നത്. അടുത്ത ലെസൺ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. 1644 ബാരോമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഇറ്റലിക്കാരനായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. 1644 ഇറ്റലിക്കാരനായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ. അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നതാണ് ബർണോളിയുടെ തത്വം. ബർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നതാണ്. ബർണോളിയുടെ തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വിമാനം പറന്നു ഉയരുന്നതിലും കാറുകളുടെ എയറോഡൈനാമിക് ഘടനയിലുമാണ്. വിമാനം പറന്നുയരുന്നത്, കാറുകളുടെ എയറോഡൈനാമിക് ഘടന എന്നിവയിൽ ബർണോളിയുടെ തത്വമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. അടുത്ത ലെസനാണ് പ്രാണവായുവും ജീവരക്തവും. ഔരസാശയത്തിൽ വാരിയെല്ലിൻ്റെ കൂടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ശ്വാസകോശം. ഔരസാശയത്തിൽ അല്ലെങ്കിൽ തൊറാക്സിലെ വാരിയെല്ലിൻ കൂടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ശ്വാസകോശം. നമ്മൾ ശ്വസിക്കുന്ന വായു നാസാദ്വാരത്തിലൂടെ ശ്വാസനാളത്തിലെത്തി അതുവഴി ശ്വസനയിലെത്തുകയും അവസാനം ശ്വാസകോശത്തിലെത്തുകയും ചെയ്യുന്നു. ശ്വാസനാളഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ടാണ് ബലപ്പെടുത്തിയിരിക്കുന്നത്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നതാണ് ശ്വാസനാളഭിത്തി. വലത് ശ്വാസകോശം കുറച്ച് വലുതായിരിക്കും. മാംസപേശികളില്ലാത്തതാണ് ശ്വാസകോശം. ശ്വാസകോശത്തിന് മാംസപേശികളില്ല. വലത് ശ്വാസകോശം കുറച്ച് വലുതാണ്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നത് ഡയഫ്രമാണ്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നത് ഡയഫ്രമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു അന്തരീക്ഷത്തിലെ വായുവിൻ്റെ അളവ്. അപ്പോൾ അതുമായിട്ട് ഇത് കണക്ട് ചെയ്യുക. ഓക്സിജൻ 20.9% അതുകൊണ്ട് തന്നെ ഉച്ഛ്വാസവായുവിലെ 21% ഓക്സിജൻ അടങ്ങിയിരിക്കുന്നത്. നിശ്വാസവായുവിലാണെങ്കിൽ 15%. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നിശ്വാസവായുവിൽ 4%, ഉച്ഛ്വാസവായുവിലെ 0.04. നൈട്രജൻ്റെ അളവ് നിശ്വാസവായുവിലും ഉച്ഛ്വാസവായുവിലും ഒരേ അളവിൽ തന്നെയാണ്, 78%. ജലബാഷ്പത്തിൻ്റെ അളവ് നിശ്വാസവായുവിൽ 3%, ഉച്ഛ്വാസവായുവിൽ 0.96%. ചുണ്ണാമ്പ് വെള്ളം രാസപരമായി കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. ഇതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ നിറം മാറി വെളുത്ത നിറമാകുന്നു. ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണ് ഉണ്ടാവുന്നത്. അതിൻ്റെ നിറം മാറി വെളുത്തതാവുന്നു. അമീബ ഒരു ഏകകോശ ജീവിയാണ്. അമീബയ്ക്ക് ശ്വസന അവയവം ഇല്ല. കോശസ്തരത്തിലൂടെയാണ് അമീബ ശ്വസിക്കുന്നത്. മണ്ണിരയുടെ ശ്വസനാവയവം ഈർപ്പമുള്ള ത്വക്കാണ്. മണ്ണിരയുടെ ശ്വസനാവയവമാണ് ഈർപ്പമുള്ള ത്വക്ക്. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം നാളികാജാലമാണ്. നാളികാജാലം വഴിയാണ് ഷഡ്പദങ്ങൾ ശ്വസിക്കുന്നത്. മത്സ്യം ശ്വസിക്കുന്നത് ചെകിളപ്പൂക്കൾ വഴിയാണ്. ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് പറയും. ചെകിളപ്പൂക്കൾ വഴിയാണ് മത്സ്യം ശ്വസിക്കുന്നത്. ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള സംവിധാനമുള്ള മത്സ്യങ്ങളാണ് മുഷി, വരാൽ, ഈലെ. ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള സംവിധാനമുള്ള മത്സ്യങ്ങളാണ് മുഷി, വരാല്, ഈലെ. കരയിൽ ശ്വാസകോശം വഴിയും വെള്ളത്തിൽ ത്വക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവികളാണ് ഉഭയജീവികൾ ശ്വസനം നടത്തുന്നത് കരയിൽ ശ്വാസകോശം വഴിയും വെള്ളത്തിൽ ത്വക്കിലൂടെയുമാണ്. സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്, സ്റ്റൊമാറ്റ വഴിയാണ്. സസ്യങ്ങളിൽ വാതക വിനിമയം അല്ലെങ്കിൽ ശ്വസനം നടക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങൾക്ക് ശ്വസന നിരക്ക് കുറവായിരിക്കും. ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും അവയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ്. ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ്.
ദഹിച്ച ആഹാരം ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്നതും രക്തമാണ്. ദഹിച്ച ആഹാരത്തെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. കോശങ്ങളിൽ എത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ്. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. ഇരുമ്പും പ്രോട്ടീനും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ. ഇരുമ്പും പ്രോട്ടീനും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹന മാധ്യമം കോശദ്രവ്യമാണ്. ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് കോശദ്രവ്യം വഴിയാണ്. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, ക്ലാമിഡോമോണസ്, യൂഗ്ലീന, പാരമീസിയം. ഏകകോശ ജീവികളാണ് അമീബ, ക്ലാമിഡോമോണസ്, യൂഗ്ലീന, പാരമീസിയം. ചുവന്ന വിയർപ്പുള്ള ജീവിയാണ് ഹിപ്പോപ്പൊട്ടാമസ്. ചുവന്ന വിയർപ്പുള്ള ജീവി എന്നറിയപ്പെടുന്ന ഹിപ്പോപ്പൊട്ടാമസ് ആണ്. രക്തവിയർപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് രക്തവുമല്ല വിയർപ്പുമല്ല. രോഗാണുക്കളെ നശിപ്പിക്കാൻ ത്വക്കിന് തൊട്ടു താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന സ്രവമാണ് ചുവന്ന കളറിൽ പുറത്തു വരുന്നത്. രോഗാണുക്കളെ നശിപ്പിക്കാൻ ത്വക്കിന് തൊട്ടു താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന സ്രവമാണ് രക്തവിയർപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രക്തത്തിലെ ഘടകങ്ങളാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. രക്തത്തിൻ്റെ ഭാഗമാണ് ഇവയെല്ലാം. പ്ലാസ്മയുടെ 90% വെള്ളമാണ്. പ്ലാസ്മയുടെ 90% വെള്ളമാണ്. WBC 5 തരത്തിലാണ് ഉള്ളത്. WBC 5 തരത്തിലുണ്ട്. രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമാണ് ഹൃദയം, രക്തക്കുഴലുകൾ, രക്തം. രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതാണ് ഹൃദയവും രക്തക്കുഴലുകൾ, രക്തം. രക്തക്കുഴലുകൾ 3 തരത്തിലുണ്ട്. ധമനികൾ, സിരകൾ, ലോമികകൾ. രക്തക്കുഴലുകൾ 3 തരത്തിലാണുള്ളത്. ധമനികൾ, സിരകൾ, ലോമികകൾ. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. മുഷ്ടിയോളം വലുപ്പം മാത്രമാണ് ഹൃദയത്തിനുള്ളത്. ഔരസാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ് ഹൃദയം. വശങ്ങളിൽ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നുണ്ട്. പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കൊണ്ടാണ് ഹൃദയം പൊതിഞ്ഞിരിക്കുന്നത്. 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. ഇഴജന്തുക്കൾക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ് ഉള്ളത്. ഇഴജന്തുക്കൾക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്. പാറ്റയ്ക്ക് 13 അറകളുള്ള ഹൃദയമാണുള്ളത്. പാറ്റയ്ക്ക് 13 അറകളുള്ള ഹൃദയമാണുള്ളത്. മത്സ്യത്തിന് 2 അറകളുള്ള ഹൃദയമാണ് ഉള്ളത്. പല്ലിക്ക് 3 അറകളുള്ള ഹൃദയവും മുതലയ്ക്കും പക്ഷിക്കും 4 അറകളുള്ള ഹൃദയവുമാണ് ഉള്ളത്. ഇഴജന്തുക്കൾക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ്. പാറ്റയ്ക്ക് 13 അറകളും മത്സ്യത്തിന് 2 അറകൾ, പല്ലിക്ക് 3 അറകൾ, മുതലയ്ക്കും പക്ഷിക്കും 4 അറകൾ വീതമാണ് ഉള്ളത്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച വ്യക്തി റെനെ ലെനക്കാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. മനുഷ്യഭ്രൂണത്തിലെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത് 22 ദിവസം പ്രായമാകുമ്പോഴാണ്. മനുഷ്യഭ്രൂണത്തിലെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത് 22 ദിവസം പ്രായമാകുന്ന സമയത്താണ്. സാധാരണ മിനിറ്റിൽ 72 തവണയാണ് ഹൃദയം മിടിക്കുന്നത്. സാധാരണ മിനിറ്റിൽ 72 തവണയാണ് ഹൃദയം മിടിക്കുന്നത്. അടുത്ത ലെസൺ, താപമൊഴുകുന്ന വഴികൾ. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവേശിക്കുന്നതാണ് താപപ്രേഷണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവേശിക്കുന്നതാണ് താപപ്രേഷണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ. ഖരവസ്തുക്കളിൽ താപം ലഭിക്കുമ്പോൾ തന്മാത്രകൾക്ക് മാറ്റം വരാതെ തൊട്ടടുത്തുള്ള തന്മാത്രയിലേക്ക് കൈമാറ്റപ്പെടുന്നു. അതാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ താപം ലഭിക്കുമ്പോൾ തന്മാത്രകൾക്ക് മാറ്റം വരാതെ തൊട്ടടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറുന്നതാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സ്ഥാനത്തിൽ മാറ്റം വരുന്നില്ല. തന്മാത്രയുടെ സ്ഥാനത്തിൽ മാറ്റം വരുന്നില്ല. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുചാലകങ്ങൾ അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. മറ്റു വസ്തുക്കളെ പറയുന്നതാണ് കുചാലകങ്ങൾ അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സ്. പ്രഷർ കുക്കറിൻ്റെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയും കൈപ്പിടികൾ പുവർ കണ്ടക്ടേഴ്സ് ആണ്. പ്രഷർ കുക്കറിൻ്റെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയും കൈപ്പിടികൾ പുവർ കണ്ടക്ടേഴ്സ് ആണ്. ഇത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് ഉപയോഗിച്ചാണ് പ്രഷർ കുക്കറിൻ്റെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയും കൈപ്പിടി നിർമ്മിക്കുന്നത്.
ഇസ്തിരിപ്പെട്ടി, ഫ്രൈയിങ് പാൻ ഇവയുടെ എല്ലാം പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും ബേക്കലൈറ്റ് ആണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മാത്രമാണ് സംവഹനം നടക്കുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മാത്രമാണ് സംവഹനം നടക്കുന്നത്. താപപ്രേഷണം കൂടുതലുള്ളത് അലുമിനിയത്തിലാണ്. അത് കഴിഞ്ഞാണ് ഇരുമ്പ്, അത് കഴിഞ്ഞുള്ളതാണ് ചെമ്പ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും. മിനുസമുള്ള പ്രതലമാണെങ്കിൽ വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും. പ്രകാശിക്കുന്ന ബൾബിൽ നിന്നും താപം താഴെ എത്തുന്നത് വികിരണം വഴിയാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്, തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നതെല്ലാം വികിരണം വഴിയാണ്. താപം ലഭിക്കുന്ന സമയത്ത് ഖരവസ്തുക്കളും ദ്രാവക വസ്തുക്കളും വികസിക്കും. താപം ലഭിക്കുന്ന സമയത്ത് ഖരവസ്തുക്കളും ദ്രാവക വസ്തുക്കളും വികസിക്കുന്നു. താപം നഷ്ടപ്പെടുന്ന സമയത്ത് അവ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്റർ. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്റർ. വാതകം താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. ഇവിടെ 3 അവസ്ഥയും നമ്മൾ പറഞ്ഞു. ഖരവസ്തുക്കളാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. കടൽക്കാറ്റുണ്ടാകുന്നത് പകൽ സമയത്താണ്. രാത്രി കാലങ്ങളിലാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത്. കടൽക്കാറ്റ് പകൽ സമയത്തും കരക്കാറ്റ് രാത്രിയിലുമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്നത് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്നത് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. അടുത്ത ലെസൺ സുരക്ഷ ഭക്ഷണത്തിലും. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. പഴങ്ങളുടെ രാജാവ് മാങ്ങയാണ്. വിറ്റാമിനുകളും നാരുകളും അടങ്ങിയതാണ് മാങ്ങ. കണ്ണിനും ത്വക്കിനും ആരോഗ്യം നൽകുന്നുണ്ട്. മാങ്ങ കണ്ണിനും ത്വക്കിനും ആരോഗ്യം നൽകും. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും. സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നത് ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലുമാണ്. സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നത് ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലുമാണ്. ചക്കയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ചക്കയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. 100 ഗ്രാം ചക്കയിലെ 23.5 ഗ്രാമാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. പാല് കേടുവരാതെ സൂക്ഷിക്കാനുള്ള മാർഗമാണ് പാസ്ചറൈസേഷൻ. 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാൽ ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തണുപ്പിക്കുന്നു. പെട്ടെന്നുള്ള താപവ്യതിയാനം സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടാനിടയാക്കുന്നു. പാസ്ചറൈസേഷൻ ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയി പാസ്ചർ ആണ്. പാസ്ചറൈസേഷൻ കൊണ്ടുവന്നത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയി പാസ്ചർ ആണ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിപ്പിക്കുന്നതിനും താഴ്ന്ന താപനിലയിൽ ലഭിക്കുന്നതിനും ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിപ്പിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. ഭക്ഷണം കേടാവാതിരിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുക്കളാണ് സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റും. ഭക്ഷണം കേടാവാതിരിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുക്കളാണ് സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റും. മായം ചേർക്കൽ എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള ഘടകങ്ങളെ നീക്കം ചെയ്യുന്നതും സാമ്യമുള്ള വില കുറഞ്ഞ ഗുണനിലവാരമില്ലാത്തതുമായ മറ്റു വസ്തുക്കൾ ചേർക്കുന്നതുമാണ്. മായം ചേർക്കൽ എന്ന് പറയുന്നത് സാമ്യമുള്ള വില കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത മറ്റു വസ്തുക്കൾ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുന്നതിനെയും മായം ചേർക്കൽ എന്ന് പറയും. പാലിൽ വെള്ളത്തിൻ്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ്. പാലിൽ വെള്ളം കലർത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് ലാക്ടോമീറ്റർ ഉപയോഗിക്കാം. പാലിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നത് അയഡിൻ പരിശോധനയാണ്.
ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2006-ലാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നത് 2006-ലാണ്. 2011 ഇത് ഭേദഗതി ചെയ്തു. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഇനി പറയുന്നത്. ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് കാർമോയ്സിൻ, എറിത്രോസിൻ, പോൺസി 4R ആണ്. ചുവപ്പ് നിറം നൽകാൻ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നതാണ് കാർമോയ്സിൻ, എറിത്രോസിൻ, പോൺസി 4R. മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ടാർട്രസിനും സൺസെറ്റ് യെല്ലോയുമാണ്. മഞ്ഞ നിറം നൽകാൻ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്ന രാസവസ്തുക്കളാണ് ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ. നീല നിറം നൽകാൻ ചേർക്കുന്നത് ഇൻഡിഗോ കാർമൈനും ബ്രില്യൻ്റ് ബ്ലൂവുമാണ്. ഇൻഡിഗോ കാർമൈൽ, ബ്രില്യൻ്റ് ബ്ലൂ എന്നീ രാസവസ്തുക്കളാണ് നീല നിറം നൽകാനായിട്ട് ഭക്ഷണവസ്തുക്കളിൽ ചേർക്കുന്നത്. പച്ച നിറം നൽകാൻ ചേർക്കുന്നത് ഫാസ്റ്റ് ഗ്രീൻ ആണ്. ഭക്ഷ്യവസ്തുക്കളിൽ പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫാസ്റ്റ് ഗ്രീൻ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത് FSSAI ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത്. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി ഇവയുടെ ഗുണനിലവാരം രേഖപ്പെടുത്തുന്ന മാർക്കാണ് അക്മാർക്ക്. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി എന്നിവയുടെ ഗുണനിലവാരത്തെ കാണിക്കുന്നതാണ് അക്മാർക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്